ബീഹാറിലെ വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേട് എന്ന ആരോപണവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ്. ബോധ്ഗയയിലെ നിഡാനി ഗ്രാമത്തിൽ 947 വോട്ടർമാരുടെ പേരുകൾ ഒറ്റ വീട്ടു നമ്പറിൽ രേഖപ്പെടുത്തി എന്നാണ് രാഹുൽ ആരോപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാട്ടിയ അത്ഭുതം എന്ന് പറഞ്ഞാണ് സമൂഹ മാധ്യമമായ എക്സിലൂടെ രാഹുൽ പുതിയ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഗ്രാമത്തിലെ വീടുകൾക്ക് നമ്പർ നൽകിയിട്ടില്ലാത്തതിനാൽ സാങ്കല്പിക നമ്പർ രേഖപ്പെടുത്തിയതാണ് എന്നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ വീട്ടു നമ്പർ 6 ഗ്രാമത്തിലെ 947 പേരും താമസിക്കുന്നത് എന്നും 100 കണക്കിന് വീടുകളും കുടുംബങ്ങളുമുള്ള നിദാനിയെ ഈ പട്ടിക ഒരു സാങ്കല്പിക ഭവനമാക്കി മാറ്റി എന്നുമാണ് കോൺഗ്രസിന്റെ ആരോപണം. ബൂത്ത് ലെവൽ ഓഫീസർ വീടുതോറും പരിശോധന നടത്തുന്നില്ലേ എന്നും പിന്നെ എങ്ങനെയാണ് യഥാർത്ഥ വീട്ടു നമ്പറുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് എന്നും ചോദിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. എന്തായാലും ബീഹാറിൽ നിന്ന് വലിയൊരു വോട്ടർ പട്ടികയിലെ ക്രമക്കേടാണ് ആരോപണമാണ് ഉയരുന്നത്. ആർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത് എന്നും രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട്. വീട്ടു നമ്പറുകൾ മായ്ച്ചു കളഞ്ഞാൽ വ്യാജ വോട്ടും ഇരട്ട വോട്ടും മരിച്ചവരുടെ വോട്ടുകളും തള്ളുക പ്രയാസമാണ് എന്നും കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പറയുകയാണ്. ഒരു ചെറിയ ഗ്രാമത്തിലെ 947 വോട്ടർമാരെ ഒരു വിലാസത്തിൽ തള്ളാൻ കഴിയുമെങ്കിൽ ബീഹാറിലും ഇന്ത്യയിലും ആകെയായി എത്ര വലിയ ക്രമക്കേടുകൾ നടക്കുമെന്ന് സങ്കല്പിക്കണമെന്നും കോൺഗ്രസ് ഇപ്പോൾ പറയുകയാണ്. ജനാധിപത്യം മോഷ്ടിക്കപ്പെടുന്നുവെന്നും നിദാനി അതിന്റെ ജീവിക്കുന്ന തെളിവാണ് എന്നും ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ തിരികൊളുത്തിയ ആരോപണത്തിലൂടെ ഇപ്പോൾ കോൺഗ്രസ് വലിയ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗണേഷ് കുമാറിനോട് ഇതിൽ പ്രതികരിക്കാനും ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ബീഹാറിൽ നിന്ന് പുറത്തു വരുന്നത് വലിയൊരു വോട്ട് ക്രമക്കേടിന്റെ വാർത്തയാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ചില ആരോപണങ്ങൾ പുറത്തേക്ക് വിടാനുണ്ട്, ബീഹാറുമായി ബന്ധപ്പെട്ടതും മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടതുമൊക്കെ. അങ്ങനെ ഒരു ആരോപണം ഇപ്പോൾ രംഗത്തേക്ക് വരുന്നു. ഒരു ഗ്രാമം മുഴുവൻ ഒരു വീട്ടിൽ താമസമാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മായാജാലം കണ്ടോ എന്ന് പറഞ്ഞാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പോസ്റ്റ് റീട്വീറ്റ് ചെയ്തത്. പിന്നാലെ ഗയ ജില്ലാ ഭരണകൂടം ഗ്രാമവാസികളുടെ 4 വീഡിയോകൾ പുറത്തുവിടുകയും ചെയ്തു. പല ഗ്രാമങ്ങളിലും വീട്ടു നമ്പറുകൾ അനുവദിക്കുന്നില്ല എന്നും അതിനാലാണ് പ്രതീകാത്മക നമ്പർ നൽകിയത് എന്നുമാണ് അവർ വിശദീകരിക്കുന്നത്. പല ഗ്രാമങ്ങളിലും ചേരികളിലോ താൽക്കാലിക വാസസ്ഥലങ്ങളിലോ വീടുകൾക്ക് സ്ഥിരമായ വീട്ടു നമ്പറുകൾ ഇല്ല എന്നും അവിടങ്ങളിൽ BLO നേരിട്ട് പ്രദേശം സന്ദർശിച്ച് ഓരോ വീടിനും ഒരു സീരിയൽ നമ്പർ നൽകുന്നതാണ് പതിവ് എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചു. വോട്ടർമാരെ പട്ടികപ്പെടുത്തുന്നതിനും ശരിയായ ക്രമത്തിൽ രേഖപ്പെടുത്തുന്നതിനുമുള്ള സൗകര്യത്തിനായി മാത്രമാണ് ഈ നമ്പർ എന്നും വോട്ടറെ തിരിച്ചറിയുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നും ബീഹാർ ചീഫ് ഇലക്ടറൽ ഓഫീസർ വിശദീകരിച്ചിരിക്കുകയാണ്. എന്തായാലും രാഹുലിന്റെ ആരോപണം ഇപ്പോൾ ചൂടുപിടിച്ചിരിക്കുകയാണ്. ബീഹാറിൽ ഇനിയും വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ ഉണ്ടോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് മറുപടി നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പരിഹാസവുമായി രംഗത്തെത്തിയിരിക്കുന്നത്.